നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കീഴിലുള്ള സെമി കണ്ടക്ടർ ലബോറട്ടറിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസിയാണ്. അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉണ്ടതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്, അതിന് ആവശ്യമുള്ള ലിങ്കുകളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. ഇനി ഇതിലേക്കുള്ള സെലക്ഷൻ, എക്സാം സ്കീം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സാലറി, ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെയുള്ള പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ടും കണ്ട ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനലിൽ ഒരു സബ്സ്ക്രൈബ് റീസെൻ്റായിട്ട് ചെയ്ത വീഡിയോസൊക്കെ കാണാൻ. പിന്നെ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, GOCL Vigilant, ഗൂഗിൾ ചെയ്താൽ മതി. നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് അവിടെ കാണാം. നമ്മുടെ വാട്സപ്പ് ചാനലും ടെലഗ്രാം ചാനലും ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിടുക. നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷനും കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം 27/1/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കൂടെ റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 27, അതായത് ജനുവരി 27 മുതൽ ഫെബ്രുവരി 26 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫീ അടയ്ക്കേണ്ട അവസാന തീയതി 28 വരെ നിങ്ങൾക്ക് ഫീ അടയ്ക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. എക്സാം മാർച്ചിൽ തന്നെ എക്സാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് വേക്കൻസിയാണ്. 25 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. 24,000 മുതൽ 81,100 പേ സ്കെയിൽ വരുന്നത്. ജനറൽ 11 വേക്കൻസി, EWS 2 വേക്കൻസി, OBCക്ക് 6 വേക്കൻസി, SC/STക്ക് 6 വേക്കൻസി, പിന്നെ PWDക്കും എക്സ് സർവീസ്മെനും ഓരോരോ വേക്കൻസിയാണ്. ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിനാണ്. ജസ്റ്റ് എനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻസി ഇൻ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടറാണ്. അതായത് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ നല്ല അറിവുണ്ടായിരിക്കും എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ നമുക്ക് ഉപയോഗിക്കാൻ അറിയുമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നമ്മൾ സർട്ടിഫിക്കറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിയുടെ ഭാഗമായി, നിങ്ങളുടെ ഗ്രാജുവേഷൻ്റെ ഭാഗമായി നിങ്ങൾ കമ്പ്യൂട്ടർ ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതല്ലാതെ നിങ്ങൾ ഈ പറയുന്ന വേറെ ഏതെങ്കിലും ഗ്രാജുവേഷൻ കഴിഞ്ഞു, കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ IT-യുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് 3 മാസത്തെ നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിലോ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമ്പ്യൂട്ടർ സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അതല്ല നമ്മൾ ഈ പറയുന്ന ഡിഗ്രി ലെവലിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ IT-യുമായി ബന്ധപ്പെട്ട് നമ്മളൊന്നും പഠിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം, മിനിമം ഒരു 3 മാസം, മിനിമമാണ് പറയുന്നത് 3 മാസം ഡ്യൂറേഷനുള്ള IT റിലേറ്റഡ് ആയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. അപേക്ഷാ ഫീസ് 800 രൂപയാണ്. അപേക്ഷ GST അടക്കം 944 രൂപ വരും. ജനറൽ, EWS, OBC കാൻഡിഡേറ്റ്സ്, മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിലും PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഒരു GST അടക്കം 427 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ഉള്ളവരാണെങ്കിലും ഒക്കെ അവർക്ക് ഈ പറയുന്ന 472 കൊടുത്താൽ മതി. ബാക്കിയുള്ളവർക്ക് 944 വരും കേട്ടോ. SC/ST, OBC ഇതൊക്കെ, SC/ST, PWD, ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ ഈ 472 കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് 472 മതി, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ പേ ആൻഡ് അലവൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്കിവിടെ കാണാം 27,500 മുതൽ 81,000 വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് DHR തുടങ്ങിയിട്ട് ഒട്ടനവധി അലവൻസും കാര്യങ്ങളും പെൻഷൻ സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25 മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, അതായത് നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വരെ വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ ടേബിളുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് ഓക്കെ, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഞാൻ പറഞ്ഞു, എങ്ങനെയാണെന്നുള്ള കാണിക്കണം നിങ്ങൾക്ക്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു നിങ്ങളോട്. ഈ പറയുന്ന കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന BCA അല്ലെങ്കിൽ BSc IT അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ നിങ്ങൾ BSc കമ്പ്യൂട്ടർ സയൻസോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഗ്രാജുവേഷനൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യേണ്ട, അപ്ലോഡ് ചെയ്യേണ്ട. അവരുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് എന്നുള്ള ആ ഒരു ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് എന്നുള്ള ആ ഒരു കോളത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഡിഗ്രി പഠിച്ചവരാണെങ്കിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ IT ബന്ധപ്പെട്ടതിലും ഗ്രാജുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ അതേ സെയിം ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും സബ്ജക്റ്റാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 120 hours അല്ലെങ്കിൽ 3 months ഡ്യൂറേഷൻ ഉള്ള ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നിർബന്ധമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് എക്സാം എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ന്യൂഡൽഹിയുടെ നിങ്ങൾക്കൊക്കെ ഈ പഞ്ച്കുള അവിടെയൊക്കെ പോയിട്ട് എക്സാം എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ താല്പര്യമുണ്ട് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2025 മാർച്ചിലായിരിക്കും എക്സാം നടക്കുക. അതിലേക്ക് എക്സാം വഴിയാണ് ഇതിലേക്ക് സെലക്ഷനൊക്കെ ഉണ്ടായിരിക്കുക. ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ നമുക്കിവിടെ കാണാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ ബേസിക്
നോളജ് ഓഫ് കമ്പ്യൂട്ടർ 20 ക്വസ്റ്റ്യൻ, പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എബിലിറ്റി 20, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ നിങ്ങൾക്ക് 20, ദെൻ GK ആൻഡ് കറണ്ട് അഫെയർ 20. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ സിലബസും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വേറെ ആയിട്ട് നിങ്ങൾ പോകേണ്ട. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്, ബേസിക് കമ്പ്യൂട്ടർ നോളജിൽ എന്തൊക്കെയാണ്, നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ്, യൂസ് ഓഫ് ഓഫീസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. വളരെ ബേസിക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് ചെയ്യുകയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇംഗ്ലീഷ് അതുപോലെ GK അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് SC/ST OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യണം, ഇവർ അതിൽ അവരെ കയ്യിൽ വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആ ഒരു പേജിലേക്ക് വരും. സെമി കണ്ടക്ടർ ലബോറട്ടറി എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാം, അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് 2025. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇതിൽ ഏറ്റവും താഴെ വന്നാൽ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആയിട്ട് കാണാം. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സെമി കണ്ടക്ടർ ലബോറട്ടറി റിക്രൂട്ട്മെന്റ് നോട്ടീസ് പറഞ്ഞിട്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇവിടെ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാം. ഏറ്റവും താഴോട്ട് വരിക നിങ്ങൾ, എന്നിട്ട് അപ്ലൈ ഫോർ അസിസ്റ്റൻ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാണ് ഇവിടെ കാണാം, നമ്മൾ സെലക്ട് ചെയ്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് ആണ്. നിങ്ങളുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ബാക്കി അങ്ങോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പിന്നെ നമ്മൾ മറ്റ് ഫോട്ടോ, സിഗ്നേച്ചർ, ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. കോൺടാക്ട് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം, ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എന്ത് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചു തരാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ചെയ്തു തരുന്നതാണ്. നമുക്ക് വളരെ ഫ്രീ ആയിട്ട്, മീൻസ് ഫ്രീ ആയിട്ട് അങ്ങനെയല്ല, നിങ്ങൾക്ക് എവിടെയും പോയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഈ പറയുന്ന നമ്പറിൽ ഇവിടെ കാണാം കോൺടാക്ട് ചെയ്യാനുള്ള ഈ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം. ജസ്റ്റ് നേരെ വാട്സപ്പിലേക്ക് അടുപ്പ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ യൂസ്ഫുൾ ആണെങ്കിൽ അതോടൊപ്പം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.